ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് നെക്സ്റ്റ് 7 ഡേയ്സിൻ്റെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ 1 വീക്ക് തന്നെ ന്യൂ മൂൺ വരുന്നുണ്ട്. ഓക്കെ, സെപ്റ്റംബർ 2 ഒക്കെ ആകുമ്പോഴത്തേക്കും ന്യൂ മൂണിൻ്റെ എനർജി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂ എനർജിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ന്യൂ ഇൻറ്റൻഷൻസ് നിങ്ങൾ മനസ്സിൽ കരുതാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ലെറ്റ് ഗോ ചെയ്ത് കളയാനുണ്ടെങ്കിൽ ഈ ഒരു വീക്ക് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പൈൽ സെലക്ഷനാണ്. ഈ ഒരു വീക്കിലെ മെസ്സേജസ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇന്ന് 3 ഓപ്ഷൻസ് ഉണ്ട്. എപ്പോഴും ഞാൻ 2 കാർഡ്സാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. Thank you. Pile number 1. ഇവിടെ നമ്പർ 4 ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഈ ഒരു 7 ഡേയ്സിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ കൂടെ നിങ്ങൾ പോകുന്നതാണ്. മാറ്റങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, parts of my transformation might be uncomfortable, but I have the power to go through this. ഓക്കെ, ഈ ഒരു 7 ഡേയ്സിൽ ഒത്തിരി ഇന്നർ സ്ട്രെങ്ത് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ആത്മധൈര്യം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറേ കൂടെ നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേരുടെ റൂട്ട് ചക്ര ബാലൻസിലോട്ട് വരുന്നതായിട്ടും ഈ ഒരു 7 ഡേയ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. പാസ്റ്റിൽ നിങ്ങൾ ഒത്തിരി അപ്സെറ്റ് ആകുക, ഒത്തിരി ഓവറായിട്ട് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നിങ്ങളത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഡിഫിക്കൾട്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇന്നർ പവർ മനസ്സിലാകുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ശക്തി മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം ബട്ടർഫ്ലൈയുടെ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അത് ഒത്തിരി ഡിഫിക്കൽട്ടാണ്. ഒത്തിരി സ്റ്റേജസിൽ കൂടെ കടന്നു പോയാലാണ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ചിത്രശലഭമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയാണ് ഈ ഒരു നെക്സ്റ്റ് 7 ഡേയ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറേ കൂടെ നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1. ഇവിടെ റിഫ്ലക്റ്റ് ആണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സെയിം ഒരു എനർജിയാണ്. നമ്മളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ഒത്തിരി റിഫ്ലക്ഷൻ പ്രോസസ്സിൽ കൂടെ പോകുന്നതാണ്. അതായത് പാസ്റ്റിനെ കുറിച്ചിട്ട്, പ്രസൻറ്റിനെ കുറിച്ചിട്ട്, പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഇപ്പോഴെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചർ. അപ്പോൾ ഒത്തിരി റിഫ്ലക്ഷൻ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി കെയർഫുള്ളി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളും പൊങ്ങി വരുന്നുണ്ടാകാം. നിങ്ങളെ അത് ചാലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളാകുക. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ആ ഒരു ലെസൺ മനസ്സിലായി കഴിയുമ്പോൾ ഒത്തിരി റിലീസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് റിലീസായിട്ട് പോകുന്നതാണ്. ഓക്കെ, കമ്പാഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു 7 ഡേയ്സിൽ ഒത്തിരി കമ്പാഷൻ്റെ എനർജി, സ്നേഹം, കാരുണ്യം, ആ ഒരു ന്യൂ എനർജീനെ വെൽക്കം ചെയ്യാനായിട്ട് റെഡിയാകുന്നതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന എനർജി ആയിരിക്കാം. നിങ്ങളോട് കുറച്ചും കൂടെ കാരുണ്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരായിട്ട് കുറച്ചും കൂടെ ആ ഒരു എനർജി ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി നിങ്ങൾ വെൽക്കം ചെയ്യുന്നുണ്ടാകാം. ബ്യൂട്ടിഫുൾ മെമ്മറീസ് നിങ്ങൾ വെൽക്കം ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജസ് നോക്കാം. താങ്ക് യു.
Pile number 1. ഇവിടെ 4 of Cups ൻ്റെ എനർജി, ഇവിടെ 8 of Pentacles ൻ്റെ എനർജി, Judgment, Ten of Cups ൻ്റെ എനർജി. ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ഓഫർ, ന്യൂ എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ മണീനെ കാണുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ റിയാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ പുതിയ അവസരങ്ങളായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതായത് വ്യക്തിബന്ധങ്ങളിൽ അതിൽ ഒത്തിരി എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതിലൊരു ഹീലിംഗ് എനർജി കുറച്ച് പേരുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. എഗെയിൻ കുറച്ച് സമയം മാറിയിരിക്കാനായിട്ട്, ഇനി ലൈഫിൽ ന്യൂ ആയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യണം, എന്ത് എനർജി ആയിട്ട് കണക്ട് ചെയ്യണം, അതിൽ കുറച്ച് പേര് ടൈം എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക് വന്നിട്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഓഫർ, ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാകാം, അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്ന സമയവുമായിരിക്കാം. ഓക്കെ, എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം, അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് സ്റ്റഡി നടത്തുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഗ്രൂപ്പ് സ്റ്റഡി ആയിരിക്കാം. ഓക്കെ, എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജിയും ആകാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ തന്നെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ പരിവർത്തനമായിരിക്കാം, മാറ്റമായിരിക്കാം. ഓക്കെ, ഈ ഒരു എനർജി ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുന്നത്. പാസ്റ്റിൽ നിങ്ങൾ റിലേഷൻഷിപ്പിനെ കണ്ടിരുന്ന രീതി, നോക്കിക്കണ്ടിരുന്ന രീതി, അതിലൊക്കെ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ എനർജി കടന്നു വരുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ, മെസ്സേജിൻ്റെ രൂപത്തിൽ, ഒരു വീഡിയോയുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലോട്ട് കടന്നു വരുന്നതാണ്. അത് നിങ്ങളെ ഒത്തിരി പോസിറ്റീവ് എനർജിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉള്ളിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പോൾ ലവ് റിലേഷൻഷിപ്പിൽ മേജറായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങൾ ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഹീലിങ്ങിന് വേണ്ടിയിട്ട് അഗെയിൻ ടൈം എടുക്കുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട്. നെക്സ്റ്റ് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് പേരോട് ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്, ഫ്രണ്ട്സ്, ഫാമിലി ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ആഘോഷിക്കാനായിട്ട്, സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, ആ ഒരു ഫൺ എലമെൻ്റായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ മൂഡ് സ്വിങ്സ്, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. എന്ത് ബ്ലെസ്സിങ്സ് ആണ് പൈൽ നമ്പർ 1 ലൈഫിൽ ഈ ഒരു സമയത്ത് വരുന്നത്? Number 28, rediscovering myself. My true self is showing up more and more. Who I am and what I do is confirmed day after day. ഈ ഒരു വീക്കിൽ നിങ്ങളെ കുറേ കൂടെ മനസ്സിലാക്കാനായിട്ട്, റീഡിസ്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് തേർഡ് ഐ ചക്ര, അതായത് ആജ്ഞാചക്ര, അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ ഷിഫ്റ്റ്, ചേഞ്ച്, മാറ്റങ്ങൾ വരുന്നതാണ്. കുറേ കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ഗ്രേറ്റ്ഫുൾ എനർജിയിലിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനൽ കാർഡ് നോക്കാം. താങ്ക് യു. ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഡിസപ്പോയിൻമെൻറ്റ്, റിഗ്രറ്റ്, ഫോർഗീവ്നെസ്. ഓക്കെ, നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി ഇമോഷണലി നിങ്ങളെ ഒത്തിരി എഫക്റ്റ് ചെയ്തിരുന്ന പല എനർജീസും നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് പാസ്റ്റിൽ ഒത്തിരി ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാകാം. പ്രതീക്ഷിച്ച പോലത്തെ
ആ ഒരു റിസൾട്ട് കിട്ടിക്കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തിയിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചീറ്റിങ്, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എനർജീസ്, അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി റിഗ്രറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളെ ഫൊർഗീവ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ, ആ ഒരു സിറ്റുവേഷനെ ഫൊർഗീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം ഒത്തിരി ഹീലിംഗ്, കുറച്ചും കൂടെ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി, ഒത്തിരി മാറ്റങ്ങൾ, പരിവർത്തനം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ് ഈ ഒരു വീക്കിൽ എനിക്ക് ഫോക്കസിൽ വരുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളെ ഫൊർഗീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ ഒരു ഫൊർഗീവ്നെസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഹീലിങ്ങിനുള്ള എനർജി ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ്, എന്തെങ്കിലുമൊക്കെ ന്യൂസ് വഴി നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. പായൽ നമ്പർ 2. ഇവിടെ നമ്പർ 22 ആണ്. സോഫ്റ്റനിങ് മൈ ഹേർട്ട്. ഐ ആം നോ ലോങ്ങർ വില്ലിംഗ് ടു ലെറ്റ് ബാഡ് എക്സ്പീരിയൻസസ് ടേക്ക് ഓവർ മൈ ഹാർട്ട്. ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ ഓഫ് നെഗറ്റിവിറ്റി. ഈ ഒരു നെക്സ്റ്റ് 7 ഡേയ്സ് വന്നിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്രയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എന്തെങ്കിലുമൊക്കെ ദേഷ്യം, വൈരാഗ്യം, അല്ലെങ്കിൽ റിഗ്രറ്റ് ആയിരിക്കാം. എനിക്കതുപോലെ സാധിച്ചില്ല, ഓക്കെ, നഷ്ടപ്പെട്ടു പോയ എനർജിയെക്കുറിച്ച് ഓർത്തിട്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം കുറച്ചും കൂടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇത് ബാഡ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, അത് നിങ്ങളുടെ ഹാർട്ട് സ്പേസിനെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എനർജി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സമയം വന്നിട്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹീൽ ചെയ്തിട്ട് അതിൽ നിന്നും ഇവോൾവ് ചെയ്ത് വരിക. ഓക്കെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കിൻ്റെ രൂപത്തിൽ, എന്തെങ്കിലും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ്, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഇവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. അതെല്ലാം നിങ്ങളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് എനിക്ക് ചോയ്സ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ ഒരു എനർജിയിൽ സ്റ്റക്കായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, വഴികളുണ്ട്. ആ ഒരു പാത്തിലോട്ട് മുന്നോട്ട് കിടക്കുന്ന സമയത്ത് എനിക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അവൈലബിൾ ആണ്. ആ ഒരു എനർജിയിലോട്ട് വരാനായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നിറയ്ക്കാനായിട്ട്, നല്ല നല്ല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള എനർജി അവൈലബിൾ ആണ് ഈ ഒരു നെക്സ്റ്റ് 7 ഡേയ്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങളതിനെ എംബ്രേസ് ചെയ്യാനായിട്ട്, ആ ഒരു എനർജിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം പായൽ നമ്പർ 2. ബ്രേവറി, ഒരു റിബലിൻ്റെ എനർജി. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വീക്ക് വന്നിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് എവിടെയാണോ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ആ ഒരു എനർജി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പാസ്റ്റിലെ പല എനർജീസും പൊങ്ങി വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ബ്രേവറി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ധൈര്യമായിട്ട് അതിനെ, ആ ഒരു ചാലഞ്ചിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജിയിലോട്ട് വരേണ്ടി ആവശ്യം വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നോക്കുക, അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, അച്ചീവ്മെൻറ്റ്. ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് റിലേഷൻഷിപ്പിലായിരിക്കാം, ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം.
ഓക്കെ, കുറച്ച് പേർക്കത് പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഇതുപോലെ ചെയ്യണം, ഇത് നേടണം. അപ്പോൾ ആ ഒരു എനർജി വെൽക്കം ചെയ്യാനായിട്ടും കുറച്ച് പേര് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക് വന്നിട്ട്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. Pile number 2. Thank you. Pile number 2. Two of Wands in the energy. Tower. 7 of Swords in the energy. Two of Wands. ഈ ഒരു വീക്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തൊക്കെ ചാലഞ്ച് വരുന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, ഓക്കെ, അതിൽ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുറച്ച് പേർക്ക് ഇത് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ചിട്ട് എന്ത് ഒപ്പീനിയനാണ് പറയുന്നത്, അതിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ അച്ചീവ് ചെയ്യേണ്ടത്, ആ ഒരു എനർജി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ മേജറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേര് പുതിയ എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്കിൽ വന്നിട്ട്. ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പുതിയൊരു അവസരം അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഡിസിഷനായിരിക്കാം നിങ്ങൾ എടുക്കുന്നത്. കുറച്ച് പേർക്ക് അത് വന്നിട്ട് ഒത്തിരി പീസ്, ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഡീലിങ്സ്, എന്തെങ്കിലും മണി ഫിനാൻസ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഒരു കംപ്ലീഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കൊടുത്തു തീർക്കാനായിട്ടുള്ള മണി നിങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണി ഫിനാൻസിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൺക്ലൂഷനിലെത്തുന്നതായിട്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് ആ ഒരു എനർജിയിലോട്ട് വരുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി ബാലൻസ് നിങ്ങളുടെ മണി ഫിനാൻസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ പുതിയ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടാകാം. ചാലഞ്ചിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങളുടെ കരിയറിനെ, ജോലീനെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. കുറച്ച് പേര് ഓൾറെഡി നിങ്ങളുടെ കരിയറിലൊരു ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് അഴിച്ചുപണി നടത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് അത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് റിസ്ക്കാണ് നിങ്ങളുടെ കരിയറിൽ എടുക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് പേര് മുന്നോട്ട് പോകുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് വരുന്നുണ്ടാകാം. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ എനർജീസ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ഇവിടെ ബാലൻസ് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഹാർട്ട് ചക്രയും അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡും ഓവറായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക. സിറ്റുവേഷനോട് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, റിലേഷൻഷിപ്സിലും ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഓവറോൾ പറയുന്നത്. അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു വില്ലനായിട്ട് മാറുക, സെൽഫ് സാബോട്ടേജിങ് എനർജിയിലിരിക്കുന്നുണ്ടാകാം. അത് കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ഇപ്പോഴെന്താണോ ആവശ്യമുള്ളത് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. ഈ ഒരു വീക്കിലെ ബ്ലെസ്സിങ് എന്താണ്? പൈൽ നമ്പർ 1ൻ്റെ Traveling opens my mind and raises my self-development to new levels. Okay.
കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാവലിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഷൂസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ ഷൂസ് മേടിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിലെ ട്രാവൽ വഴി എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുകൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? പൈൽ നമ്പർ 2 ഈ ഒരു വീക്ക് വന്നിട്ട് Ten of Cupsൻ്റെ എനർജി ബ്യൂട്ടിഫുൾ. ഫാമിലി ലവ് ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഇമോഷണലി ഹേർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പെറ്റ്സ്, വളർത്തു മൃഗങ്ങൾ, ഓക്കെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹീലിംഗ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ തുറന്ന് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്സിൽ ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ്, ഒത്തിരി സ്നേഹം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ക്വാളിറ്റി ടൈം ആയിരിക്കാം, ഫാമിലീനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഫാമിലിയുടെ ഒപ്പം ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഹാപ്പി ന്യൂസ് റിസീവ് ആകുന്നതുമാകാം. ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ എനർജി റിസീവ് ആകുന്നതുമാകാം കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. Number 14, honoring my inner light. The times when I let my brightness dim are over. I fully honor my inner light. ഓക്കെ, ഈ ഒരു വീക്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വെളിച്ചം കെടുത്താനായിട്ട്, ഡിം ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈറ്റ്, വെളിച്ചം ഡിം ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസാണ് നെക്സ്റ്റ് 7 ഡേയ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇന്നർ ലൈറ്റ്, ആ ഒരു പ്രകാശം നിങ്ങൾ ഹോണർ ചെയ്യാനായിട്ട്, റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ലെസൺസ് ഈ ഒരു വീക്കിൽ വരുന്നതാണ്. ഓക്കെ, ദ ടൈംസ് വെൻ ഐ ലെറ്റ് മൈ ബ്രൈറ്റ്നസ് ഡിം ആർ ഓവർ. ഓക്കെ, കുറച്ച് പേർ എന്തെങ്കിലും ഡിസിഷൻസും എടുക്കുന്നുണ്ടാകാം. ഇനി മുതൽ ഞാൻ എൻ്റെ ലൈറ്റിൽ, ഓക്കെ, എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് നെക്സ്റ്റ് 7 ഡേയ്സിൽ. കുറച്ച് പേർ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടാകാം. നിങ്ങൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആകുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട്. കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫുഡിലായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്താ പറയുക, ഹെയർ സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീനിലായിരിക്കാം. നിങ്ങളെ ബേസിക്കലി എന്താണോ ഹാപ്പി ആയിട്ട് നിർത്തുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ചേഞ്ചസ് ആയിട്ട് കുറച്ച് പേര് കണക്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജിയാണ്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3, സെക്യൂരിറ്റി. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഞാൻ സെക്യൂർ അല്ല, ഞാൻ പ്രൊട്ടക്റ്റഡ് അല്ല, ആ ഒരു എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ചെയ്ത എഫേർട്ടിന് റിവാർഡ് കിട്ടാത്തപ്പോൾ, അതിനൊരു പ്രതിഫലം ലഭിക്കാതെ വരുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതും ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ,
ഒതൻറ്റിസിറ്റി. കുറച്ച് പേര് ഈ ഒരു വീക്കിൽ തൻ്റെ ഒതൻറ്റിക് സെൽഫായിട്ട്, അതായത് തൻ്റെ ട്രൂ സെൽഫ്, താൻ ആരാണോ, തൻ്റെ ട്രൂ എനർജി, സത്യസന്ധമായിട്ടുള്ള എനർജി എന്താണോ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ഇൻ കേസ് നിങ്ങൾക്ക് പാസ്റ്റിൽ പല കാര്യങ്ങളും സപ്രസ് ചെയ്യേണ്ടി വന്നു, എഗെയിൻ ആ ഒരു ലൈറ്റ് ഡിം ചെയ്യേണ്ടി വന്നു, ഓക്കെ, അങ്ങനത്തെ എനർജീസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സത്യസന്ധമായിട്ട് മുന്നോട്ട് വരാനായിട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഇൻസ്പിറേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രചോദനം വീഡിയോസ് ത്രൂ ആയിരിക്കാം, മെസ്സേജസ് ത്രൂ ആയിരിക്കാം, ഓക്കെ, നിങ്ങൾ കേൾക്കുന്ന ന്യൂസ് ത്രൂ ആയിരിക്കാം. നിങ്ങൾക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ലഭിക്കുന്നതാണ് സത്യസന്ധമായിട്ടിരിക്കാനായിട്ട്, തൻ്റെ ജോലി, തൻ്റെ കർമ്മയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, താൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള റിവാർഡ് എൻ്റെ അടുത്തോട്ട് വരും. ആ ഒരു വിശ്വാസം കുറച്ച് പേരുടെ ഉള്ളിൽ ഈ ഒരു വീക്കിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3. Six of Pentacles. Okay. 2 കാർഡ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കുന്നില്ല. ഒന്നും കൂടെ നോക്കാം. താങ്ക് യു. Magician. Page of Swords. Hierophant. ഈ ഒരു വീക്കിൽ ലോ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഒത്തിരി അവസരങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ടാകാം, പൊട്ടൻഷ്യൽ ഉണ്ടാകാം. അത് യൂസ് ചെയ്തിട്ട് മാജിക്കലായിട്ടുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഈ ഒരു വീക്കിൽ വരുന്നതാണ്. അപ്പോൾ അവസരങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. കുറച്ച് പേർക്ക് കരിയറിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം, പുതിയ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് കാണുന്നുണ്ട് ഈ ഒരു വീക്ക് വന്നിട്ട്. നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഗെയിൻ സത്യസന്ധമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒത്തിരി അലട്ടിയിട്ടുണ്ടാകാം. ആ ഒരു എനർജി നിങ്ങളെ അറ്റ് പ്രസൻ്റ് ഉള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പാസ്റ്റിൽ നടന്നു പോയ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കെയർഫുൾ ആകുക. എന്താണോ പറയാനായിട്ടുള്ളത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളത്, അത് തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ചൊന്ന് മെൻ്റലി കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലവ് റിലേഷൻഷിപ്പിൽ. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി തോട്ട്സ് ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങളുണ്ടാകാം. അത് കുറച്ച് പേര് ബോൾഡായിട്ട് കോൺഫിഡൻസോട് കൂടി എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത്, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേർക്ക് ഈ ഒരു സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, സുരക്ഷിതത്വമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളെ അനോയ് ചെയ്യുന്നുണ്ടാകാം, ഓക്കെ, ട്രിഗർ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യവും കുറച്ചൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 3യുടെ ബ്ലെസ്സിങ്സ് എന്താണ്? നമ്പർ 17, നർച്ചറിങ് മൈ സോൾ.
Growth on all levels is a priority, so I will take the time to nurture my soul with wisdom and positivity. കുറച്ച് പേര് ഈ ഒരു വീക്കിൽ നിങ്ങളെ നർച്ചർ ചെയ്യാനായിട്ട്, ഓക്കെ, നിങ്ങൾക്ക് സെൽഫ് ലവ് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അതൊരു പ്രയോറിറ്റി, ഒരു മുൻഗണനയാക്കി മാറ്റാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക് വന്നിട്ട്. നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, സൊസൈറ്റീനെ കുറിച്ചിട്ടായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ പഠന വിഷയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഒത്തിരി വിസ്ഡം ഈ ഒരു വീക്കിൽ വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗെയിൻ കരിയറിൽ ഒത്തിരി ഗ്രോത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. കുറച്ച് പേര് ഹോം ഡെക്കറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് മേടിക്കാനായിട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് പ്ലാന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഗാർഡനിങ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ് ഈ ഒരു വീക്കുള്ളത്? പായൽ നമ്പർ 3ക്ക് കുറച്ചും കൂടെ സ്പിരിച്വൽ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പിരിച്വാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഡീപ്പായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, താങ്ക് യു. 4 ഓഫ് സോഡ്സിൻ്റെ എനർജി, മെഡിറ്റേഷൻ, റിക്യൂപ്പറേഷൻ, കണ്ടംപ്ലേഷൻ. ഈ ഒരു വീക്കിൽ ഒത്തിരി റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, നിങ്ങളുടെ എനർജി കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതായിട്ട് കണക്ട് ചെയ്യുക. കുറച്ച് പേർക്ക് മനസ്സിലൊരു പീസ്ഫുൾ എനർജി, സമാധാനമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ജസ്റ്റിസ് ആയിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന നീതി, ഓക്കെ, ആ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി നിങ്ങളെ കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി നാൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാകാം, അതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടാകാം. ഫൈനലി നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട്, ഓക്കെ, ലഭിക്കുന്നുണ്ടാകാം. അതും നിങ്ങളെ കുറച്ചും കൂടെ പീസ്ഫുള്ളി ലൈഫ് ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും കർമ്മ റിട്ടേൺ ആയിട്ട് വരുന്നതുമാകാം. കുറച്ച് പേർക്ക് രാത്രി നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേണിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് ബാലൻസിലോട്ട് വരുന്നതാണ് ഈ ഒരു വീക്ക് വന്നിട്ട്. എന്തെങ്കിലുമൊക്കെ ബോഡി പെയിൻ, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഹീലിംഗ് എനർജി ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഒത്തിരി പ്രോഗ്രസ്സും കാണുന്നുണ്ട്, ഗ്രോത്തിൻ്റെ എനർജി, മുന്നോട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ലക്ക്, ഭാഗ്യം നിങ്ങളെ ഒത്തിരി തുണയ്ക്കുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട്, പ്രത്യേകിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 3 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.